مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരൻ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിച്ച് നമുക്കെല്ലാം എല്ലായ്പ്പോഴും എല്ലാത്തരം അനുഗ്രഹങ്ങളും വർഷിച്ചുകൊണ്ടിരിക്കുകയും ഇനി ഒരിക്കൽ അവൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മളെല്ലാം അവങ്കലേക്ക് തന്നെ മടക്കുന്നവനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൽ പരമാവധി കാത്തുസൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ആദ്യം എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇസ്ലാമിൽ നമുക്ക് കുറേ മര്യാദകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സൽസ്വഭാവത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ മര്യാദകൾ, ആദാബുകൾ. വസ്ത്രം ധരിക്കുമ്പോഴാകട്ടെ, സംസാരിക്കുമ്പോഴാകട്ടെ, സമൂഹത്തിൽ ഇടപെടുമ്പോഴാകട്ടെ, ഒരു സദസ്സിലിരിക്കുമ്പോഴാകട്ടെ, അങ്ങനെ പല സന്ദർഭങ്ങളിലായി നമുക്കൊരുപാട് മര്യാദകൾ പഠിപ്പിക്കപ്പെടുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ് സദസ്സിൽ ഇരിക്കുമ്പോഴുള്ള മര്യാദ. ഇസ്ലാം ഏതാനും ചില മര്യാദകൾ അതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ചില മര്യാദകൾ മനസ്സിലാക്കുക എന്നതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മളുടെ ഖുതുബ കൊണ്ടുള്ള ഉദ്ദേശം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒന്നാമതായി ഇൽഖാഉസ് സലാം വൽ ഇസ്തിഅ്ദാൻ ഇൻദ ദുഖൂൽ. സംശയമൊന്നുമില്ല, സലാം പറയലാണ് ഒന്നാമത്തെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യ നാളിന്റെ അടയാളങ്ങളിൽ ഒന്നായി എണ്ണിയ സലാമിന്റെ ചുരുങ്ങിപ്പോകൽ അത് വളരെ വ്യാപകമായിട്ടുണ്ട്. അതായത് പരിചിതമായവർക്ക് മാത്രം സലാം ചൊല്ലുക എന്നത് അന്ത്യനാളിന്റെ അടയാളമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇന്ന് പരിചിതമായ ആളുകൾക്ക് പോലും സലാം കാണാത്ത ഒരു സന്ദർഭമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സലാം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഒരു സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ, സദസ്സ് എന്ന് പറയുന്നത് ഏതുമാകാം, ആളുകൾ ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക്, അത് പള്ളിക്കകത്തേക്കാകാം, അതല്ലെങ്കിൽ ഒരു പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കാകാം, അതല്ലെങ്കിൽ ഒരു ആഘോഷം നടക്കുന്ന ഒരു കല്യാണം അല്ലെങ്കിൽ അങ്ങനെയുള്ള സദസ്സുകൾ നടക്കുന്നിടത്തേക്കാകാം. ഏതു രീതിയിലാണെങ്കിലും, ഏത് സദസ്സിലേക്കാണെങ്കിലും, ഏത് സന്ദർഭത്തിലും പറയാവുന്ന ഒരു അഭിവാദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ളത്. അതാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന അല്ലെങ്കിൽ വബറകാതുഹു എന്ന് കൂടി ചേർത്ത് പറയുന്ന ആ സലാം. അത് പറയുക എന്നുള്ളത് ഏറ്റവും പ്രഥമമായ മര്യാദയാണ് ഇസ്ലാമിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസികളാകുന്നത് വരെ നിങ്ങൾ ആരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനൂ ഹത്താ തഹാബൂ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളുടെയും വിശ്വാസം പൂർത്തിയാവുന്നതുമില്ല. അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും അഫ്ശു സലാമ ബൈനകും. നിങ്ങൾക്കിടയിൽ ഒരു കാര്യം ചെയ്താൽ സ്നേഹം നിങ്ങൾക്കിടയിൽ ഉണ്ടാകും. അങ്ങനെ ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരട്ടെ, നിങ്ങൾക്ക് സലാം വർദ്ധിപ്പിക്കുക, അതിനെ നിങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കുക. സഹോദരങ്ങളെ, സലാം ഏത് സന്ദർഭത്തിലും, അത് മുസ്ലിം ആണെങ്കിൽ ഒരാളോട് ഒരു മുസ്ലിം സഹോദരനോട് നമ്മൾ പറയേണ്ട അഭിവാദ്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നു. സദസ്സുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യേകിച്ചു. രണ്ടാമതായി ഒരു സദസ്സിലേക്ക് കടന്നു വന്നാൽ ആളുകളെ വകഞ്ഞു മാറ്റി പോകാതെ എവിടെയാണോ സദസ്സുള്ളത് അവിടെ ഇരിക്കുക. അത് ഇസ്ലാമിലെ ഒരു മര്യാദയായി ഇരുന്നുണ്ട്. ആളുകളെ കവച്ചു വെച്ച് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒരാളെ എഴുന്നേൽപ്പിച്ച് അവിടെ ഇരിക്കുക എന്നെല്ലാം പറയുന്ന രീതികൾ ഇസ്ലാമിന് പരിചിതമല്ല. ഒരിക്കലും അങ്ങനെയൊരു രീതി ഒരു മുസ്ലിമിനുമില്ല. അതുകൊണ്ട് തന്നെ എവിടെയാണോ സദസ്സുള്ളത് അവിടെ ഇരിക്കുക. ഇതിന്റെ അർത്ഥം മുന്നോട്ട് കടന്നു വന്നിരിക്കാൻ പാടില്ല എന്നല്ല, പക്ഷെ ആളുകൾക്കിടയിലൂടെ കവച്ചു വെച്ച് മുന്നോട്ട് കടന്നു വരുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. മൂന്നാമതായി, ഹിഫ്ളു അസ്റാറിൽ മജ്ലിസ്.
ഒരു സദസ്സിൽ ചിലപ്പോൾ രഹസ്യ സ്വഭാവമുള്ള എന്തെങ്കിലും കാര്യം സംസാരിക്കുന്നുണ്ട്. അത് ആ സദസ്സ് വിട്ട് പുറത്തു പോകാൻ പാടില്ലാത്ത കാര്യമായിരിക്കും. അങ്ങനെയുള്ള രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ അത് പുറത്താക്കുക അല്ലെങ്കിൽ അതിനെ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാം അത് വളരെ കർശനമായി അതിനെ നേരിടുന്നു. ഒരിക്കലും അങ്ങനെയുള്ള ഒരു സ്വഭാവം മുസ്ലിമിൽ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അതിനെ ഹിഫ്ള് ചെയ്യുന്ന, അതിനെ സംരക്ഷിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം, ഇദാ ഹദസ റജുലുൻ റജുല ബിഹദീസിൻ സുമ്മ അൽതഫത ഫഹുവ അമാന. ഇദാ ഹദസ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ഒരു കാര്യം സദസ്സിൽ പറഞ്ഞാൽ പിന്നെ അത് അമാനത്തായി. അത് എന്നിട്ട് തിരിഞ്ഞു കളഞ്ഞാൽ, ആ മനുഷ്യൻ അത് പറഞ്ഞിട്ട് തിരിഞ്ഞാൽ പിന്നെ അത് അമാനത്തായി. പിന്നെ അത് എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അമാനത്തിനെ കാത്തു സൂക്ഷിക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ. അതിനെ ഒരിക്കലും വെളിപ്പെടുത്തേണ്ടതല്ല. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 1, സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരിക. രണ്ടാമതായി, എവിടെയാണോ സദസ്സ് അവസാനിക്കുന്നത് അവിടെ ഇരിക്കുക, ആളുകളെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാതിരിക്കുക. അതുപോലെ തന്നെ 3-മതായി, ആ സദസ്സിന്റെ മര്യാദയായിട്ടുള്ള, സദസ്സിലെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ രഹസ്യമായി തന്നെ വെക്കുക. 4-മതായി, ഇസ്തിഹ്ബാബു തൗസീഇൽ മജ്ലിസ്. അത് സദസ്സിൽ നമ്മളൊരു വിശാലത ഉണ്ടാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുജാദിലയിൽ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലകും തഫസ്സഹു ഫിൽ മജാലിസ്. ഈ സദസ്സുകളിൽ അതിൽ ഒരു വിശാലത ഉണ്ടാക്കുവാൻ നിങ്ങളോട് പറയപ്പെട്ടാൽ അവിടെ വിശാലമാക്കി കൊടുക്കണം. ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും. നിങ്ങൾ അവിടെ ഒരു വിശാലത ഉണ്ടാക്കുക, ഉടസാക്കരുത്. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും വിശാലമാക്കി തരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മര്യാദയാണ് അദ്മുൽ ഇൻഫിറാദ് ബിൽ ഹദീസ്. അതായത് സ്വയം സംസാരിച്ചുകൊണ്ടിരിക്കുക. സദസ്സിൽ എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകുക. എല്ലാവർക്കും ഒരുപോലെയുള്ള അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഒരാൾ മാത്രം ഒരു സമയം സംസാരിച്ചുകൊണ്ടിരിക്കുക, ബാക്കി എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുക, അതൊരിക്കലും ഒരു മര്യാദയല്ല. മഹാനായ ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി കാണാം, ഹദീസുൻ നാസ് മാ അഖ്ബലു അലൈക്കും ബിവുജൂഹിഹിം. മനുഷ്യർ നിങ്ങളുടെ നേരെ മുഖം തിരിച്ചിരിക്കുമ്പോൾ മാത്രം സംസാരിക്കുക. അവർ തിരിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നെ അവർക്ക് താല്പര്യമില്ല, അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നാണ്. ആ ഒരു താല്പര്യക്കുറവ് മനുഷ്യർ കാണിക്കുന്ന ഒരവസ്ഥ വരുത്താത്തിടത്തോളം അതുവരെ മാത്രം സംസാരിക്കുക എന്ന് മഹാനായ ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വചനം വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ സംസാരം, അതിനുള്ള അവസരം എല്ലാവർക്കും ആകണം. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും നൽകണം. എല്ലാവരുടെ അഭിപ്രായത്തെ പരിഗണിക്കണം. ഒരു ശൂറ, ഒരു കൂടിയാലോചന, അതിൽ വലിയ ബർക്കത്തുണ്ട്. നമ്മളുടെ എല്ലാ കാര്യത്തിലും, അത് ചെറിയ കാര്യമാണെങ്കിൽ പോലും, നമ്മളുടെ വീട്ടിലെ കുടുംബത്തിനകത്തെ ഒരു കാര്യമാണെങ്കിൽ പോലും, നമ്മളുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ വിളിച്ചിരുത്തി, എത്ര ചെറിയ കുട്ടിയാണെങ്കിലും അവന്റെയും അല്ലെങ്കിൽ അവരുടെയും അഭിപ്രായം ഒന്നും കേട്ട്, ഉമ്മയുടെയും ഉപ്പയുടെയും ഭാര്യയുടെയും മക്കളുടെയും അതുപോലെ എല്ലാവരുടെയും സഹോദരങ്ങളുടെയും അഭിപ്രായം ഒന്ന് മാനിച്ച്, അത് നമ്മൾ എടുക്കുന്നില്ലെങ്കിലും അതിനെ ഒന്ന് സാഹൂതം കേൾക്കുവാൻ ഒരു മര്യാദ കാണിച്ച്, അതെല്ലാം ഇസ്ലാമിൽ വളരെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. അതെല്ലാം എത്രമേൽ നമ്മളുടെ മതിപ്പ് മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കുമെന്ന് അറിയുമോ സഹോദരങ്ങളെ? നമ്മളുടെ ഒരാളെ കേൾക്കുവാൻ നമ്മൾ കാണിക്കുന്ന ഒരു മനസ്സ്, ഒരാളെ കേൾക്കുവാൻ, ക്ഷമയോടുകൂടി കേൾക്കുവാൻ നമ്മൾ കാണിക്കുന്ന ക്ഷമ, അതെല്ലാം മനുഷ്യർക്കിടയിൽ അവരുടെ മനസ്സുകളിൽ നമ്മളോടുള്ള മതിപ്പ് വളരെ വലിയ രീതിയിൽ ഉണ്ടാകും. അള്ളാഹുവിനും ഇഷ്ടമാകും, അള്ളാഹുവിന്റെ തൃപ്തിയും നമുക്ക് ലഭിക്കും. അപ്പോൾ ശൂറ, കൂടിയാലോചന, ആളുകളെ പരിഗണിക്കലിന്റെ ഭാഗമാണ്. മറ്റുള്ളവർ കൂടി സംസാരിക്കാൻ ഉള്ള അവസരം നൽകലാണ്. അത് സദസ്സിലാണെങ്കിൽ പ്രത്യേകിച്ചും അതൊരു മര്യാദയായി ഇസ്ലാം എണ്ണുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് തനാജി എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ സദസ്സിൽ 3 ആളുകൾ ഉണ്ടാവും. ആ 3 ആളുകൾ ഉണ്ടായിരിക്കെ 2 ആളുകൾ തമ്മിൽ ഒരു രഹസ്യ സംഭാഷണം, അത് ഇസ്ലാം അതിനെ നിരുത്സാഹപ്പെടുത്തുന്നു. ഒരിക്കലും അങ്ങനെ ഒരു രീതി നമ്മളുടെ അടുക്കൽ ഉണ്ടാകരുത്. അത് മറ്റേയാൾക്ക് സംശയങ്ങൾ ഉണ്ടാക്കും. അവരെന്താണ് പറഞ്ഞു ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവരെന്നിൽ നിന്ന് ഒളിക്കുന്നത്, അങ്ങനെയെല്ലാമുള്ള സംശയത്തോടു കൂടിയുള്ള സമീപനങ്ങൾ ഉണ്ടാകുവാൻ അത് കാരണമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെ ഒരു നിലപാട് ഒരു മുഅ്മിനിന്റെ ഭാഗത്തുനിന്നോ ഒരു മുസ്ലിമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതാനും ചില മര്യാദകൾ നമ്മൾ പഠിക്കുകയുണ്ടായി. ഒന്നാമതായി
സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് വരിക. അതുപോലെ തന്നെ രണ്ടാമതായി സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആളുകളെ വകഞ്ഞു മാറ്റാതെ എവിടെയാണോ സ്ഥലമുള്ളത് അവിടെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമതായി ആ സദസ്സിന്റെ രഹസ്യ സ്വഭാവമുള്ള വിഷയങ്ങൾ സദസ്സിൽ തന്നെ സൂക്ഷിക്കുക, അമാനത്തായി അതിനെ കാണുക. നാലാമതായി ആ സദസ്സിൽ വിശാലതയുണ്ടാക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അഞ്ചാമതായി നമ്മൾ ഒരാൾ മാത്രം സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടാകാതെ മറ്റുള്ളവരെ കൂടി പരിഗണിക്കുക. ആറാമതായി നമ്മൾ ചെയ്യേണ്ടത് രഹസ്യമായിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാകാതിരിക്കുക. ഏഴാമതായി ഇസ്ലാം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ് കഫാറത്തുൽ മജ്ലിസ്. പലപ്പോഴും അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്തത് പോലെയാണ്. കഫാറത്തുൽ മജ്ലിസ് എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ സദസ്സ് പിരിയുന്നതിന് ശേഷമുള്ള സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന വാക്ക് ഇത് നമ്മൾ പഠിക്കണം. അത് നമ്മൾ ഓരോരുത്തരും ചൊല്ലേണ്ട കാര്യമാണ്. ഒരിക്കലും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം പ്രഭാഷകൻ മാത്രം പറയേണ്ട ഒരു കാര്യമായിട്ടല്ല ഇസ്ലാം അതിനെ പഠിപ്പിക്കുന്നത്. അതെന്തിനാണ് ഇത് പറയുന്നത്? ആ വാക്കിൽ തന്നെ ഉള്ളത് കഫാറത്തുൽ മജ്ലിസ്. കഫാറത്ത് എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം എന്നാണ്, പരിഹാരം എന്നാണ്. നമ്മൾ ആ സംസാരത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു വാക്ക് നമ്മളിൽ നിന്നും വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വാക്ക് കൊണ്ട്, ഈ ദിക്ർ കൊണ്ട് നമുക്ക് കൊടുത്തു തരും. എന്താണ് ഇതിന്റെ ഗൗരവം എന്നറിയുമോ? ഒരു ഹദീസ് കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കുമ്പോഴാണ് എത്രമാത്രം ഇത് വലിയ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പറയുക, അത് അയാൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകില്ല. ഒരുപക്ഷെ അയാൾ അത് മറന്നുപോയിട്ടുണ്ടാകും പറഞ്ഞതിന് ശേഷം. പക്ഷേ ആ ഒറ്റ വാക്കിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ നരകത്തിലേക്ക് വലിച്ചെറിയും. നഊദു ബില്ലാഹ്. സഹോദരങ്ങളെ, ഇത് തമാശയല്ല. ദീനിന്റെ കാര്യം ഒരിക്കലും തമാശയായി നമ്മൾ കാണരുത്. ദീനിന്റെ കാര്യം വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണണം. ഒരു വാക്ക് പോലും ഒരുപക്ഷെ നമ്മളുടെ നരകപ്രവേശനത്തിന് കാരണമായി തീർന്നേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നാവിനെ വളരെയധികം ശ്രദ്ധയോടുകൂടി വിനിയോഗിക്കുന്നവരാകണം വിശ്വാസികൾ, മുസ്ലിങ്ങൾ. അതൊരിക്കലും വളരെ ലാഘവത്തോടു കൂടി അതല്ലെങ്കിൽ ഒട്ടും ശ്രദ്ധയില്ലാതെ അശ്രദ്ധമായി ഉപയോഗിക്കേണ്ട ഒരു അവയവമല്ല നാവ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു ദിക്റിന്റെ കഫാറത്തുൽ മജ്ലിസിന്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ തിരിച്ചും ഒരു വാക്ക് അത് നല്ല വാക്കായിരുന്നു, ഒരു മനുഷ്യൻ നല്ല വാക്ക് പറഞ്ഞു, അള്ളാഹുവിന്റെ അടുക്കൽ അത് അള്ളാഹുവിന് വളരെ തൃപ്തികരമായ വാക്കായിരുന്നു. പക്ഷെ ആ പറഞ്ഞ മനുഷ്യൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല, അയാൾ അത് മറന്നു കളഞ്ഞു. പക്ഷേ ഒരൊറ്റ വാക്കിന്റെ പേരിൽ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് തന്നെ വാക്കുകൾ എപ്പോഴും നല്ലത് മാത്രമായിരിക്കുക. ഒരു തരത്തിലും മോശമായ ഒരു വാക്കും നമ്മളുടെ നാവിൽ നിന്ന് വരുന്നില്ല എന്നെപ്പോഴും ഉറപ്പുവരുത്തുക. കാരണം നമ്മളുടെ നാവ് തന്നെ മതിയാകും നമ്മളുടെ നരകപ്രവേശനത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ആരാണ് ഏറ്റവും അധികം ആളുകളെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് രണ്ടു കാര്യങ്ങളാണ്. ഒന്ന് അൽഫം വൽ ഫർജ്, ലൈംഗിക അവയവവും അതുപോലെ തന്നെ നാവും, വായയും. വായ എന്ന് ഉദ്ദേശിച്ചത് നാവാണ്. അപ്പോൾ നാവിനെ വിനിയോഗിക്കേണ്ടത് വളരെ ശ്രദ്ധയോടുകൂടിയാകണം. അങ്ങനെ നാവ് പിഴ മനുഷ്യന് സംഭവിക്കാം, ആർക്കും സംഭവിക്കാം. ഏത് പണ്ഡിതനും ചിലപ്പോൾ സംഭവിച്ചെന്ന് വരും, നാവ് പിഴ സംഭവിക്കാം. പക്ഷെ അവിടെ ചെയ്യേണ്ടത് എന്താണ്? അല്ലാഹുവിലേക്ക് മടങ്ങുക, ഇസ്തിഗ്ഫാർ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുക. അല്ലാഹു ഏത് വിട്ടു പുറത്തു തരുന്നവരാണ്. അപ്പോൾ ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലിയാൽ ആ സദസ്സിൽ നമ്മളിൽ നിന്നും അല്ലാഹുവിന് അനിഷ്ടകരമായി എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം, ആ ചെറിയ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ കഫാറത്തുൽ മജ്ലിസ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും എന്നുള്ളത് നമ്മൾ ഓർക്കുക. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന ഈ ദിക്ർ നമ്മൾ പഠിച്ചു വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടി ഉണർത്തിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു ദിക്ർ ചൊല്ലാതെ ആരെങ്കിലും ഒരു സദസ്സിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഒരു കഴുതയുടെ ജഡത്തിനരികിൽ നിന്നും എഴുന്നേറ്റ് പോയതുപോലെ പോലും ആകും എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കഴുതയുടെ ജഡം, അതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല.
ഒരു കഴുതയുടെ ശവത്തിനരികിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ നമുക്കതുകൊണ്ട് ഒരു ഗുണവുമില്ല എന്നതുപോലെ തന്നെ ആ സദസ്സ് കൊണ്ട് ഒരു ഗുണവുമില്ലാത്ത അവസ്ഥ ഉണ്ടായിത്തീരുമെന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതൊരു ഫർളായ കാര്യമൊന്നുമല്ല, എങ്കിലും വളരെ മുഅക്കദായ സുന്നത്തായി, വളരെ പ്രബലമായ സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വളരെ പ്രാധാന്യത്തോടു കൂടി ഒരു സദസ്സിൽ അടക്കവും ഒതുക്കവോടുകൂടി അള്ളാഹുവിനെ ഭയന്ന് അള്ളാഹുവിനെ വിനയപ്പെട്ട് ഇരിക്കുന്നവരാകുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി നമ്മളുടെ മര്യാദയുടെ ഭാഗമാകുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله وأصحابه أهل الوفاء والتابعين ومن بهداهم اقتفى. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരൻ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിച്ച് നമുക്കെല്ലാം എല്ലാ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന സർവലോക നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ വിധികൾക്കുള്ള നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കഴിയും പരമാവധി കാത്തു സൂക്ഷിക്കണമേ ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, മരണം എല്ലാവർക്കും അനിവാര്യമായ കാര്യമാണ്. അതിൽ നിന്നും ആർക്കും രക്ഷയില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നിങ്ങൾ ഏതൊരു ദേഹവും മരണം ആസ്വദിച്ചിരിക്കുന്നു. നിങ്ങളുടെ അമലുകൾ പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുക ആഖിറത്തിലായിരിക്കും. അന്നേ ദിവസം ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് അവനാണ് വിജയി. ഈ ദുനിയാവ്, ഐഹിക ലോകം എന്ന് പറയുന്നത് വഞ്ചിക്കാൻ വേണ്ടി അല്ലാഹു സൃഷ്ടിച്ച ഒരു വിഭവം മാത്രമാണ്. ഇന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഈ ദുനിയാവിനെ കുറിച്ച് നമുക്ക് ഒരു ചിത്രം തരുന്ന ഒരായത്ത് നമുക്ക് കാണാൻ സാധിക്കും. മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് ഏറ്റവും ബുദ്ധിമാന്മാർ. ദുനിയാവിൽ ഒരുപാട് വെട്ടിപ്പിടിക്കുന്നവരോ, ദുനിയാവിൽ ഒരുപാട് സമ്പാദിച്ചു കൂട്ടുന്നവരോ, അതല്ലെങ്കിൽ ദുനിയാവിൽ ഏത് കുറുക്കു വഴികളും ഉപയോഗിച്ചുകൊണ്ട് വിജയത്തിന്റെ പടവുകൾ ഓടിക്കയറുന്നവരും അല്ല, മറിച്ച് മരണത്തെ ഓർക്കുകയും അതിനു വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ തയ്യാറെടുക്കുന്നവരും ചെയ്യുന്നവരുമാണ് ബുദ്ധിമാന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം, ഇന്നൽ ഖബ്റ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബ്ർ എന്ന് പറയുന്നത് നമ്മുടെ ആഖിറത്തിലെ ആദ്യത്തെ ഭവനമാണ്. അവിടെ തുടങ്ങുകയാണ് ചെയ്യുന്നത്. മരണത്തോടു കൂടി ഒന്നും അവസാനിക്കുന്നില്ലല്ലോ. വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്കറിയാം കൃത്യമായി, നല്ല ബോധ്യമുള്ള കാര്യമാണ്. എല്ലാം തുടങ്ങുന്ന സമയമാണ്. അവിടെ ആദ്യത്തെ വീടാണ് ഖബർ. ആ ഖബറിൽ എന്തായിരിക്കും അവസ്ഥ, അതുപോലെ തന്നെയായിരിക്കും ഇൻഷാ അല്ലാഹ് ആഖിറത്തിലെ അവസ്ഥ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ ഖബർ ഒന്നുകിൽ സ്വർഗീയ ആരാമങ്ങളിൽപ്പെട്ട ഒരു ആരാമമായിരിക്കും, വളരെ വിശാലമായി, വളരെ മനോഹരമായി. രാവിലെയും വൈകിട്ടും അതിന്റെ ആ ഖബറിലെ ആൾക്ക് സ്വർഗത്തിലെ അയാളുടെ ഇരിപ്പിടം കാണിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഒന്നുകിൽ അങ്ങനെയായിരിക്കും, അതല്ല എങ്കിൽ നരകത്തിലെ തീക്കൊഴികളിൽപ്പെട്ട ഒരു കൊഴിയായിരിക്കും. രാവിലെയും വൈകുന്നേരവും അയാളുടെ ഇരിപ്പിടം കാണിച്ചു കൊടുത്തുകൊണ്ട് അയാൾക്ക് ഇപ്പോഴുള്ള ഖേദത്തോട് ഇരട്ടി ഖേദം വർദ്ധിക്കുന്ന രീതിയിൽ അയാളെ എല്ലാ നിലക്കും പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ ഇടുങ്ങിയ അവസ്ഥയായിരിക്കും. സഹോദരങ്ങളെ, ഇത് നമ്മൾക്ക് പോകുവാനുള്ള ഒരു സന്ദർഭം തന്നെയാണ്. നമുക്കും എത്തിച്ചേരാനുള്ള ഒരു സ്ഥലമാണ്. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മളിൽ നിന്നും നമുക്ക് സുപരിചിതനായ ആബിദ് നമ്മളെ വിട്ടു പിരിഞ്ഞത്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് നമ്മൾ പലപ്പോഴും കുടുംബത്തെ കുറിച്ച് പറയാറുണ്ട്, മരണപ്പെട്ടയാളുടെ കുടുംബത്തെ കുറിച്ച് നമുക്ക് സഹകരിക്കാറുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും മരണപ്പെട്ടയാളുടെ അവസ്ഥയെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കാറുള്ളൂ. എന്തായിരിക്കും ആ ഖബറിലെ അവസ്ഥ? എന്തായിരിക്കും ആ ഖബറിലെ അദ്ദേഹം നേരിടുന്ന ഈ അവസ്ഥ? അദ്ദേഹം എന്ന് തന്നെയല്ല, നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞ എല്ലാവരും, നമ്മളുടെ പരിചയക്കാരായിരുന്ന ഒരുപാട് പേർ അല്ലെ, എന്തായിരിക്കും ഇപ്പോഴുള്ള അവസ്ഥ? എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാൻ നിശ്ചയം ഈ സമുദായം തങ്ങളുടെ ഖബറുകളിൽ പരീക്ഷിക്കപ്പെടും. നിങ്ങൾ അന്യോന്യം മറമാടുകയില്ലെന്ന് ഞാൻ ഭയന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഖബറിൽ നിന്ന് കേൾക്കുന്ന ഖബറിലെ ശിക്ഷ നിങ്ങളെ കൂടി കേൾപ്പിക്കുവാൻ അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്യുമായിരുന്നു. സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ കൊതിച്ചുപോയി. എന്ത്? ഖബറിലെ ശിക്ഷ, അതിന്റെ രോദനം, അതനുഭവിക്കുന്ന ആളുകളുടെ ആർത്തനാദങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നത് പോലെ നമ്മളും കേട്ടിരുന്നുവെങ്കിൽ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നബി കൊതിച്ചുപോയി. പക്ഷേ നിങ്ങൾക്കത് ദുസ്സഹമായി തീരും, നിങ്ങൾക്കത് പ്രയാസമായി തീരും. അത് മാത്രമേ നിങ്ങൾ കേൾക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയാം, അതുകൊണ്ട് ഞാൻ അത് പ്രാർത്ഥിക്കുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, ആ ലോകത്തേക്ക് ഉള്ള യാത്രയിലാണ് നമ്മൾ. ഒരിക്കലും മറന്നുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരൻ നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞ അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമാക്കുകയും എല്ലാ നിലക്കുമുള്ള സുഖവും ആഫിയത്തും അദ്ദേഹത്തിന് നൽകുകയും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം പൊറുക്കട്ടെ. നമുക്കും റബ്ബ് സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി നൽകട്ടെ. അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സിറാത്തുൽ മുസ്തഖീമിലൂടെയുള്ള പാത, തൗഹീദിനെ മുറുകെ പിടിച്ചുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തെ ചേർത്തു പിടിച്ചുകൊണ്ട്, സുന്നത്തിനെ നെഞ്ചോടടക്കി പിടിച്ചുകൊണ്ട് യഥാർത്ഥ ദീനിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോയി മലക്കുകൾ മരണവേളയിൽ നമ്മളെ ഏറ്റവും നല്ല വാക്കുകളോടുകൂടി അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ പുഞ്ചിരിച്ച മുഖത്തോടുകൂടി യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, റബ്ബിന്റെ തൃപ്തി നേടിയ അവസ്ഥയിലും നീ റബ്ബിൽ തൃപ്തിപ്പെട്ട അവസ്ഥയിലും റബ്ബിലേക്ക് മടങ്ങുവാൻ സന്തോഷത്തോടുകൂടി നമ്മളെ വിളിക്കുന്ന അവസ്ഥയിൽ, ആ അവസ്ഥയിൽ മടങ്ങുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ സകല പാപങ്ങളും അവന്റെ അപാരമായ മഗ്ഫിറത്ത് കൊണ്ട് പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും മരിച്ചു മൺമറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രങ്ങൾ, കുടുംബങ്ങൾ, ഗുരുനാഥർ, സ്നേഹിതർ തുടങ്ങി നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകളെ വിശാലമാക്കുകയും അവരെയും നമ്മളെയും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒന്നിച്ച് കൂട്ടുകയും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും പല നിലക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾ, അവരുടെ മാനസികമോ ശാരീരികമോ സാമ്പത്തികമോ ഏതു നിലക്കുള്ളതുമോ ആകട്ടെ, അവരുടെ വ്യഥയറിയുന്ന അല്ലാഹു, അവരുടെ വേവലാതി മനസ്സിലാക്കുന്ന റബ്ബ് എല്ലാ നിലക്കുമുള്ള ശിഫയും സൗഖ്യവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين في فلسطين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.